നമ്മൾ ഈ 2 ദിവസം നിങ്ങൾ ജോലിയെല്ലാം ക്രമീകരിച്ചുകൊണ്ട് വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇവിടെ കുറച്ച് വീടുകളുള്ളതിൻ്റെ പേരിൽ സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളോ അച്ഛനെ കൊണ്ടുവരാനോ ഒക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ത്യാഗവും സഹകരണവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടി വരുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായി ഞാൻ അവിടെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കൈക്കാരന്മാരുടെ വളരെ വലിയ നേതൃത്വത്തിൽ മറ്റുള്ള ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടി നമ്മുടെ വാർഷിക ധ്യാനത്തിന് ശുഭമായ സമാപ്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയം നന്ദിയുടെ വാക്കുകൾ പറയുന്നതിന് വേണ്ടി കൈക്കാരനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. നമ്മളിനി അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ അടുത്ത കുർബാന വരുന്നത് ഈസ്റ്ററിൻ്റെ കുർബാനയാണ്. അത് 5:30 മണിക്കാണ്. ഈസ്റ്റർ ദിനത്തിൽ ഞായറാഴ്ച 5:30 മണിക്കാണ് ഈസ്റ്ററിൻ്റെ കുർബാന വരുന്നത്. നമുക്ക് നന്ദി പ്രകടനം. സ്റ്റഫോർഡ് മാസ് സെൻ്ററിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ 2 ദിവസങ്ങളിലായിട്ട് നോയമ്പ് കാലത്ത് നമ്മളെ തന്നെ യുദ്ധത്തിനാകുന്ന ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഇവിടെ എത്തുകയും ഈ തണുത്ത കാലാവസ്ഥയിൽ നമ്മളിവിടെ ആയിരിക്കുവാനായിട്ട് സന്മനസ് കാണിച്ച ഇതറിന് നമ്മുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെയും ഇന്നും നമ്മുടെ കൂടെ ആയിരിക്കുവാനും നമ്മുടെ കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനും തൻ്റെ സമയം കണ്ടെടുത്തത് വരവിടെ വെച്ച് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കുമ്പസാരം നൽകി നമ്മളെ അനുഗ്രഹിച്ച ഫാദർ ജസ്റ്റിൻ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ ഡ്യൂട്ടിയുടെ തിരക്കിലും മറ്റ് തിരക്കിലും ഈശോയുടെ കൂടെ ആത്മസമയം ചെലവഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്റ്റഫോർഡ് മാസിൻ്റെ പേരിലും നന്ദി അറിയിച്ചു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ധ്യാനത്തിൻ്റെ സമാപനമായ ഒരു പ്രാർത്ഥന ധ്യാനം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൂടുതൽ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വസിക്കുന്ന ദൈവമേ, വിശ്വാസത്തിലെ ഒരു പുതിയ ചൈതന്യം ഞങ്ങൾക്ക് തന്നു. ഈ വിശ്വാസം നവീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആരംഭിക്കാം.
ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഈ 2 ദിവസങ്ങളിൽ അങ്ങയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി വചനത്താൽ നിറച്ച ഞങ്ങളുടെ ബ്രദർ തോമസ് പോളിനെയും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തികളെയും അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ വേലകളെയും ആശീർവദിക്കണമേ. കർത്താവായ യേശുവേ, ഈ വചനം ശ്രമിച്ച ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരിലും പ്രകടമാക്കണമേ. അങ്ങയുടെ ഈ ലോകത്തിൽ നിന്ന് പോകുന്ന അവസാന നാളുകളിൽ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകരെ നിങ്ങൾക്കായി അയക്കുമെന്ന്. ആ സഹായകൻ പെന്തക്കോസ്ത് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശ്രീകന്മാരുടെ പദത്തിലേക്ക് ഇറങ്ങി വന്നു. തീതാമ്പുകളുടെ രൂപത്തിൽ അതുവരെ ഭയാക്രാന്തരായി കഥകടച്ചിരുന്ന ശിഷ്യന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ സന്ദേശവുമായി ഇറങ്ങി തിരിച്ചു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്ന് പലപ്പോഴും ഞങ്ങളുടേതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ മുഴുകിയിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ, കുരിശുകൾ വരുമ്പോൾ ഞങ്ങൾ വീണു പോകാറുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടെയെല്ലാം അങ്ങനെയുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി എഴുന്നേൽക്കുവാനും ശക്തി പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള കൃപാവന നൽകണമേ. പലപ്പോഴും മുഖപടലങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തെറ്റുകൾ ഞങ്ങളെ പലപ്പോഴും ആടി പിടിക്കുന്നു. കുറേയേറെ ആകർഷണങ്ങൾ ഞങ്ങൾ വലയം ചെയ്യാറുണ്ട്. അപ്രകാരം ആകർഷണങ്ങളിൽ നിന്നെല്ലാം മുക്തരായിക്കൊണ്ട് തിന്മ ഉപേക്ഷിക്കുവാനും നന്മ തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങയുടെ വചനത്തിന്റെ സജീവ സാക്ഷികളായിട്ട് മാറാനും ഈ ധ്യാനത്തിന്റെ സമാപനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തെ അങ്ങ് മാറ്റണമേ. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. നാഥ, വചന പ്രഘോഷകരായി ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ജോലിസ്ഥലത്തും യാത്രകളിലും മാറ്റിത്തരുവാൻ, ഞങ്ങൾ മക്കൾക്ക് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ സമൂഹത്തെ അങ്ങയുടെ വലിയ കൃപയാൽ നിറയ്ക്കണമേ. അങ്ങ് കടന്നു വരണമേ, ഞങ്ങൾ നിറയണമേ. ഞങ്ങളുടെ മന്ദീഭവിച്ചിട്ടുള്ള അലസമായിട്ടുള്ള എല്ലാ പ്രകൃതിയെയും മാറ്റിക്കൊണ്ട് ഞങ്ങൾ വളരെയേറെ തീക്ഷ്ണമതികളായിട്ട് മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരെങ്കിലും 1-2 പേരൊന്ന് മുന്നിട്ട് വന്ന് എന്താണ് ഈ ധ്യാനത്തിൽ 2 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച എന്ന് പങ്കുവയ്ക്കുന്നതും ഇതിൻ്റെ ഒരു ചടങ്ങാണ്. നന്ദി, കർത്താവിന് ശരിക്കും നന്ദി മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് കിട്ടിയെന്നുള്ളതിന് നന്ദി പറയണം. അതുകൊണ്ട് വരും. What have you gained in these 2 days? നമുക്ക് സമയം അധികമില്ല. അതുകൊണ്ട് വേഗം വന്ന് ഒരു നന്ദിയുടെ പ്രാർത്ഥന പോലെ നമുക്കത് അർപ്പിക്കാം. കർത്താവേ, നന്ദി പറയുന്നു. ഈ ധ്യാനത്തിൽ ഇനിന്ന ബോധ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. Please come. ധ്യാനം പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇല്ലേ, 2 ദിവസം ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല, ഒന്നും കിട്ടിയില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യാമോ? ഇത്രയും വിദ്യാസമ്പന്നരായ നിങ്ങളുടെ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഈശോന് ഇഷ്ടാവും. അത് ഇംഗ്ലീഷ് സിറ്റിസൺസ് ആണ്. ഇംഗ്ലീഷുകാർക്ക് മോശമാവില്ലത്. അത് പറയാനില്ല. ഓക്കെ, യെസ്, യു ആർ എ ക്ലാസ്. Yes.
സമ്മതിച്ചേക്കണം. പിതാവായ ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിക്കുവാനും അങ്ങയിലേക്ക് കൂടുതൽ അടുക്കുവാനും അവസരം തന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ജ്ഞാനം കുറവാണ് കർത്താവേ. അതിലേക്ക് നയിക്കുവാനായി, ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരുവാനായി ഞങ്ങൾക്ക് ജ്ഞാനികളായ നല്ല ആൾക്കാരെ തന്നതിന് ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധിയിലേക്ക് വളരുവാനും ക്ഷമാപൂർവമായ ഒരു ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങൾ ധ്യാനിച്ച വിഷയങ്ങൾ മരണം എന്താണെന്നും മരണാനന്തര ജീവിതത്തിലേക്കുള്ള 7 അവസ്ഥകളെ കുറിച്ച് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കി. കർത്താവായ ദൈവമേ, ഇത് ഞങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഒരു പുതിയ അറിവായിരിക്കുന്നു. ആ അവസ്ഥ അറിയുന്ന ഞങ്ങൾ ആ അവസ്ഥ മനസ്സിലാക്കി അങ്ങയോട് കൂടുതൽ അടുക്കുവാനും ആ ഓരോ അവസ്ഥയിലൂടെയും ഞങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന അന്ത്യവിധിയിലേക്കും ഒരു പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഞങ്ങളെ എത്തിച്ചു ചേർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കർത്താവേ നന്ദി. യേശുവേ സ്തോത്രം. ഒരു എക്സ്പീരിയൻസ് 2 വാക്കിൽ പറഞ്ഞാൽ മതി. 2 വാക്കിൽ നിങ്ങൾക്കുണ്ടായ ടച്ച് ചെയ്ത കാര്യം, നിങ്ങൾ പ്രത്യേകം സ്ട്രൈക്ക് ചെയ്ത കാര്യം ധ്യാനത്തിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ 2 വാക്കുകൾ പറഞ്ഞാൽ മതി. ഒന്ന് മുന്നോട്ട് വരാം. ഇതൊന്നും ഇവരിങ്ങനെ പൊതുവായിട്ട് പറഞ്ഞ് പരിചയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഹ്യൂമിലിറ്റി, എളിമ. ഓക്കെ, ഗുഡ്. ഓക്കെ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു അവസ്ഥ, വിശ്വാസം പ്രഘോഷിക്കപ്പെടുമ്പോഴാണ് അത് വളരെ. ഈ സഹോദരി ഇവിടെ വന്ന് പറഞ്ഞു, ഇനി ലോകത്തിൽ എവിടെ പോയെന്ന് പറയാനും ഒരു ഭയം ഉണ്ടാവില്ല. നമ്മൾ ഏത് സാഹചര്യത്തിലും 2 വാക്ക് പറയണമെന്ന് നല്ലതാണ്. എനിവേ, ഗോഡ് ബ്ലെസ് യു. ഐ താങ്ക് യു. ചെറിയ കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ അല്ല, ചെറിയ കമ്മ്യൂണിറ്റി ആയാലും നിങ്ങൾ ഓരോരുത്തരിലൂടെയും ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന ബോധ്യത്തിൽ നമ്മൾ വളരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഐ വിഷ് യു എ ഗുഡ് ഫ്രൈഡേ ആൻഡ് എ വണ്ടർഫുൾ ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ അന്ന് മുതൽ കേരളത്തിൽ IMS ധ്യാനകേന്ദ്രത്തിൽ ഞാൻ നയിക്കുന്ന 9 ദിവസത്തെ ഒരു പ്രത്യേക ധ്യാനമുണ്ട്. തീർച്ചയായും നിങ്ങൾ 9 ദിവസം ധ്യാനം കൂടാൻ വരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള ആരോടെങ്കിലുമൊക്കെ പറയാം. ഇനി നിങ്ങൾക്ക് ഒരത്ഭുതം നടക്കണം, എന്തെങ്കിലും ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വന്നാൽ 9 ദിവസത്തെ ധ്യാനം കൂടാം. അല്ലെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ധ്യാനങ്ങളുടെ. ഇവിടുത്തെ ഈ ധ്യാനത്തിൻ്റെയും ഇന്നലെ വരെയുള്ളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെയും ടോക്കുകൾ അതിനകത്ത് യൂട്യൂബിലുണ്ടാകും. സ്റ്റാഫോർഡ് UK റിട്രീറ്റ് ബൈ തോമസ് പോൾ എന്ന് യൂട്യൂബ് സെർച്ചിൽ കൊടുത്താൽ ഈ ധ്യാനത്തിൻ്റെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ജീസസ് വണ്ടർ അനിമേഷൻ ഫിലിംസ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും കുട്ടികളെ കൂടുതലായിട്ട് കാണിക്കാം. jesuswonder.org എന്നുള്ള സൈറ്റിലൂടെ അതൊരു TV മാതിരി നമ്മൾക്ക് നിങ്ങളുടെ TV കാണാൻ പറ്റും. കഴിയുന്നതും വൈകാതെ അതൊരു ടെലിവിഷൻ ആയിട്ട് രൂപാന്തരപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളാലാവുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്.
അപ്പോൾ ബ്രദറിന് എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കൊച്ചു സമൂഹത്തിലേക്ക് കടന്നു വന്ന നമുക്കിവിടെ സൗകര്യങ്ങൾ നമ്മളെ ഓർഗനൈസ്റ്റ് അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് തന്നെ ഈ സമയം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ പാട്ട് പാടാൻ നമ്മുടെ സഹോദരി ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് ഒരു ഉപകാരമായി നിങ്ങളും പാട്ട് പാടിയിരുന്നു. കൈക്കാരന്മാർ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ നന്ദി പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോകാം. പാട്ടുപാടിയതിനും നന്ദി. താങ്ക് യു ഫോർ യുവർ സിംഗ്. പ്രത്യേകിച്ച് ഇന്ന് കുർബാനയിൽ ആ വിശ്വാസികളെ എന്നുള്ള പാട്ട് വലിയ ഇഷ്ടമായി. ഗോഡ് ബ്ലെസ്.